ന്യൂസ് മലയാളം വാർത്തയ്ക്കൊരു നടപടി ഉണ്ടായിരിക്കും എന്നുള്ള ഒരു സന്തോഷകരമായ കാര്യം കൂടി പ്രേക്ഷകരിലേക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്തയിലേക്ക് പോകാം. +2 മാർക്ക് ലിസ്റ്റുകളിലെ പിഴവ് സംബന്ധിച്ച ന്യൂസ് മലയാളം വാർത്തയിൽ മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്ക് താക്കീത് നൽകുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. മന്ത്രിയുടെ വാക്കുകളിലേക്കാണ്. ഞാൻ ഇടപെട്ടു. അത് 2 ദിവസത്തിനും അതിൻ്റെ റിപ്പോർട്ട് കിട്ടും, തരുന്നതാണ്. അതിൻ്റെ പ്രശ്നം പരിഹരിച്ചു. ഞാൻ ഇന്നലെ റിപ്പോർട്ട് അവരിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞു. ഇനിയിപ്പം നടപടിയിലത്തേക്കൊന്നും പോകുന്നില്ല. അവർ താക്കീത് കൊടുത്തങ്ങ് അവസാനിപ്പിക്കാമെന്നാണ് ആലോചിക്കുന്നത്. ഓക്കെ, ഹാൻസ് ആണ് ഇവരുമായി ചേർന്നത്. ഹാൻസ്, ഒരു വാർത്തയിൽ മന്ത്രി ഇടപെടുന്നു, അതിനൊരു നടപടി ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. കാരണം അധികൃതരുടെ ശ്രദ്ധയിലേക്കൊക്കെ ഈ കാര്യങ്ങൾ എത്തിച്ച് അവർ ഇടപെട്ട് അതിനൊരു നടപടി വരണം എന്ന് വിചാരിച്ചാണല്ലോ ഇങ്ങനത്തെ ഓരോ വാർത്തകളും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നതും പൊതുസമൂഹത്തെ അറിയിക്കുന്നതും. അങ്ങനെ വാർത്തയിൽ മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ്? തീർച്ചയായും സേതു, ഇത്തരത്തിൽ ഈ വർഷം +2 പരീക്ഷ പൂർത്തിയാക്കിയ 30,000-ഓളം വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റുകളിലായിരുന്നു ഇത്തരത്തിൽ ഗുരുതര പിഴവുണ്ടായത്. 1-ാം വർഷ മാർക്കും 2-ാം വർഷ മാർക്കും വ്യത്യസ്തമായി ലഭിച്ച 30,000-ഓളം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകളിൽ ഗുരുതര പിഴവുണ്ടായി. ഇത് നമ്മൾ വാർത്തയായി പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രാഥമിക ഇടപെടലുണ്ടായി. അന്വേഷണം പ്രഖ്യാപിച്ചു. അക്കാദമിക് വിഭാഗം, ഹയർ സെക്കൻഡറി അക്കാദമിക് വിഭാഗം ജോയിന്റ് ഡയറക്ടർക്കായിരുന്നു അന്വേഷണ ചുമതല. ഇവരോട് അന്വേഷണം നടത്തി അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനും അതിനോടൊപ്പം തന്നെ പിഴവ് സംഭവിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും മാർക്ക് സർട്ടിഫിക്കറ്റുകൾ അടിയന്തരമായി നൽകാനുമായിരുന്നു മന്ത്രി ഉത്തരവിട്ടത്. പക്ഷേ ഈ ഉത്തരവ് ജൂൺ 24-നായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ മാസം 2 പിന്നിട്ടിട്ടും ഈ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. മന്ത്രിതലത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തില്ല. ഇതിന് പിന്നാലെ വീണ്ടും ന്യൂസ് മലയാളത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായി. ന്യൂസ് മലയാളം നമ്മൾ വീണ്ടും ഒരു വാർത്ത ചെയ്തു. ഈ അന്വേഷണം പ്രഖ്യാപിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ഈ അക്കാദമിക് വിഭാഗം ജോയിന്റ് ഡയറക്ടറുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ചു. പക്ഷേ ആ സമയത്തെല്ലാം നമുക്ക് ലഭിച്ചിരുന്ന മറുപടി ഈ അന്വേഷണം സർക്കാർ തലത്തിൽ നടന്നു വരുന്നു, അതിനോടൊപ്പം തന്നെ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ ഈ കരാർ സ്വീകരിച്ചിട്ടുള്ള അഥവാ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യുന്നതിന് കരാർ സ്വീകരിച്ചിട്ടുള്ള കരാറുകാരുടെ അടുത്ത് നേരിട്ടെത്തി പരിശോധന നടത്തിയാൽ മാത്രമേ സാധിക്കൂ എന്നുള്ള മറുപടിയാണ് അക്കാദമിക് വിഭാഗം ജോയിന്റ് ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. പക്ഷേ ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഇപ്പോൾ മന്ത്രിതലത്തിൽ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. പ്രാഥമികമായി ഒരു റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വിശദമായ റിപ്പോർട്ട് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, വിശദമായ റിപ്പോർട്ട് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്.